ആ അല്പനെയും ജൽപ്പനെയും കണ്ടാൽ പറയണം. എന്തു പറ്റി? അവർ കുറ്റവാളികൾ. എന്തു കുറ്റമാ അവർ വാളിയത്? എന്നെ അവർ കല്ലെറിഞ്ഞു, എല്ലുകൊണ്ട് തല്ലി, പോകുന്ന വഴിയിൽ മുള്ളു വിതറി. അല്പന്റെയും ജൽപ്പന്റെയും അച്ഛനോട് ഞാൻ പറഞ്ഞു, പക്ഷെ ഗവനിച്ചില്ല. കൂട്ടുകാരോട് പറഞ്ഞു, അവരും ഗവനിച്ചില്ല. സൂത്രോ, അതേതു ജില്ല? കാട്ടുമുത്തപ്പനെ വരെ വിളിച്ചു പറഞ്ഞു. മുത്തമ്മൻ പുച്ഛിച്ചു തള്ളി. പുച്ഛിച്ചാലും തള്ളണ്ടായിരുന്നു. ഒന്നാലോചിച്ചാൽ എല്ലാവർക്കും ഈ കുറ്റത്തിൽ പങ്കുണ്ട്. അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ എന്താ മടി? ശരിയോ, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും അവന്മാരെ കണ്ടാൽ ഒന്ന് പിടിച്ചു വെച്ചേക്കണേ. ഞാൻ തിരിച്ചും കല്ലെറിയും. പാവം, അവന് ശരിക്കും വിഷമമുണ്ട്. ശരിയോ, എല്ലുകൊണ്ടല്ലേ തല്ലു കിട്ടിയത്? സൂത്രോ, ഒരാളെ കിട്ടി, ഒരാളെ കിട്ടി. ഞാൻ ഗുഹയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെ പറ്റി? ഒന്നും അറിയാത്തതുപോലെ വിളിച്ച് ഗുഹയിൽ കയറാൻ പറഞ്ഞു. കേറിയപ്പോ ഗുഹ അടച്ചു. എങ്കിലാ ചെന്നായെ വിളി, ഒരുത്തൻ. കുറ്റവാളിയോ ഗുഹയിലോ? പോയോ? കാണാനില്ലല്ലോ. കുറ്റവാളി അപ്രത്യക്ഷനായോ എന്നോ സംശയം. അപ്രത്യക്ഷനാവാൻ ഇതാരാ, കാട്ടുമുത്തപ്പനോ? അത് കാട്ടുമുത്തപ്പൻ തന്നെ. ഞാൻ വിളിച്ചു കൂട്ടിയത് കാട്ടുമുത്തപ്പനെയാ. ഒന്ന് ആലോചിച്ചോ, കാട്ടുമുത്തപ്പനും കുറ്റമുണ്ടെന്ന് ഇവൻ പറഞ്ഞതല്ലേ. എടോ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ഓ ബൊബ്ബൻ തന്നെ അന്വേഷിക്കുന്നു. ഇതാണോ ചെറിയ പ്രശ്നം? ഇത് പ്രശ്നമല്ലേ? പ്രശ്നം തന്നെ, ചെറുതല്ല, വലിയ പ്രശ്നം. നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കാണില്ല. നമ്മളല്ലോ താൻ. പക്ഷെ മുഖത്ത് വലിയ ദേഷ്യമൊന്നും കണ്ടില്ലടോ. ഇല്ലേ? എങ്കിൽ വഴിയുണ്ട്. ചെറിയ ദേഷ്യമാണെങ്കിൽ എന്തെങ്കിലും തമാശക്കളി കളിച്ചു മാറ്റാം. താൻ പോയി ബബ്ബനെ വിളി. തമാശ കളിയല്ലേ, വേറെ 1-2 പേരെ കൂടി വിളിച്ചോ. താൻ തമാശക്കാണോ കാര്യമായിട്ടാണോ? ചെറിയ നീരസം വല്ലതും ഉണ്ടെങ്കിലും കളിയിൽ ജയിച്ചാൽ അത് മാറും. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാ മതി, കളിയുടെ കാര്യമൊന്നും പറയണ്ട. ചേട്ടൻ വന്നോ? ഞാനൊരു കളി ഉണ്ടാക്കി, അതിനെ പറ്റി അഭിപ്രായം പറയാൻ ചേട്ടനാ ബെസ്റ്റ്. കേട്ടാൽ ചിരി വരുന്ന തമാശ പേരുകൾ എഴുതുന്ന കളിയാ. സാമ്പിളിന് ഞാൻ ഒരെണ്ണം എഴുതി. ക്ലുംബൻ. കേട്ടാൽ ചിരി വന്നു. കളിയുടെ നിബന്ധന പറയാം. എല്ലാവരും ഓരോ തമാശ പേര് എഴുതണം. ഏറ്റവും നല്ല പേര് എഴുതുന്ന ആൾക്ക് സമ്മാനം. സ്വന്തം പേര് ആദ്യം എഴുതിയിട്ട് വേണം തമാശ പേര് എഴുതാൻ. വിജയെ തിരിച്ചറിയണമല്ലോ. സമ്മാനം ബബ്ബന് തന്നെ കൊടുക്കണം. നിർബന്ധന കഴിഞ്ഞെങ്കിൽ കളി തുടങ്ങിയാലോ സൂത്ര? എടോ, നിർബന്ധനയല്ല, നിബന്ധന. സൂത്ര, എന്ത് ടൈപ്പ് പേരാ എഴുതേണ്ടത്? എന്തും എഴുതാം. മരമണ്ടന്മാരെ വിളിക്കാൻ പറ്റിയ പേരാണെന്ന് തോന്നണം. ദിംറഹുല്ലബിബ്ലഹൻ, ഗോർഡദിംദൻ, മോഗ്രോഹോലഞ്ഞണൻ, ഗ്ലോബ്രേക്രോൺ. തീർന്നില്ലേ? ഇനി ഓരോന്നായി ശരി വായിക്കി ഉറക്കെ. ഏറ്റവും വലിയ മണ്ടനെ വിളിക്കാൻ പറ്റിയ പേര് കേൾക്കട്ടെ. ബബ്ബൻ. സ്വന്തം പേര് ആദ്യം എഴുതാൻ താരല്ലേ പറഞ്ഞത്? ഞാൻ അതാ ആദ്യം വായിച്ചത്.